ഈട്ടാണോ ഞാൻ നന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം. ഹേ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഗായ്സ്. ഇന്ന് നമ്മുടെ അടുത്തുള്ളത് ഡ്യൂക്ക് 390 ആണ്, 2023 മോഡൽ. സോ ഇത് നിങ്ങളിപ്പോൾ ഈ തംബ്നെയിൽ കണ്ട് എൻ്റെ വീഡിയോ എടുത്ത് കാണണം എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഈ വണ്ടി ഓൾറെഡി ഓൺ ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഈ വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ എല്ലാ വണ്ടികളെയും കുറിച്ച് അറിയാൻ താല്പര്യമുള്ള വ്യക്തികളായിരിക്കും. സോ ഞാനും അങ്ങനത്തെ ഒരു വ്യക്തിയാണ് കേട്ടോ. എല്ലാ യൂട്യൂബ് വീഡിയോസും ഏത് വണ്ടിയുടെ വീഡിയോസ് ഉണ്ടായാലും ഞാൻ എടുത്ത് നോക്കും. അങ്ങനെ ഒരാളായിരിക്കും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ഗൈസ്. ഇങ്ങനത്തെ വണ്ടി റിലേറ്റഡ് വീഡിയോസും പിന്നെ എൻ്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നത്. സോ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഗൈസ്. ഇതൊരു റിവ്യൂ ആയിട്ട് കണക്കാക്കേണ്ട, എൻ്റെ ഒരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ വണ്ടിയെക്കുറിച്ച് ഓട്ടിക്കുമ്പോൾ എനിക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്, എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത് കേട്ടോ. സോ ഗൈസ്, ഇപ്പം പുതിയതായിട്ടുള്ള ഡ്യൂക്ക് എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതിൻ്റെ പുതിയ ലുക്സും കാര്യങ്ങളൊക്കെ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പഴയ നമ്മളെ ആദ്യം ഫസ്റ്റ് ജനറേഷൻ ഉണ്ടായിരുന്ന ഡ്യൂക്ക് തന്നെയായിരുന്നു കേട്ടോ. അതിൻ്റെ ആ പുട്ടൂറ്റി എക്സോസ്റ്റ് എന്ന് കേൾക്കുന്ന സൗണ്ടൊക്കെ ആയിട്ടുള്ള ഡ്യൂക്കാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം, ഏത് ജനറേഷൻ ഡ്യൂക്കാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ലെറ്റ് മീ നോ ഗൈസ്. അപ്പം ഈ വണ്ടിയിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫസ്റ്റിൽ തന്നെ നമുക്ക് പറയാമെന്നുള്ളത് 2023 വരുമ്പം അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഫ്രണ്ട് ബ്രേക്ക് ലിവേഴ്സും അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ക്ലച്ച് ലിവേഴ്സും ആണ് കേട്ടോ. വണ്ടി പിന്നെ ഓട്ടിക്കാൻ ഭയങ്കര സുഖമാണ്. ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ നമുക്ക് തനതായ ഡ്യൂക്ക് 390 എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ആ ഒരു 3 ചേമ്പർ ഡ്യൂക്കിൻ്റെ ഹെഡ്ലൈറ്റാണ് വെച്ചേക്കുന്നത്. പിന്നെ ടിൻഡ് ചെയ്തിട്ടുണ്ടോ, ചെറുതായിട്ട് കണ്ടോ ടിൻഡ് ചെയ്തിട്ടുണ്ട്. അത് വണ്ടിക്ക് കുറച്ചും കൂടെ ലുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ ഫ്രണ്ട് LED എത്ര ക്യാച്ചി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. പെട്ടെന്ന് ഒരു വെളിയിൽ നിൽക്കുന്ന ആളിങ്ങനെ നോക്കിയാൽ മതി, ഓ ഡ്യൂക്കാ. ആ ഡ്യൂക്കിൻ്റെ ആ തനതായിട്ടുള്ള ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇത് ഇപ്പം ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഇറങ്ങുന്നുണ്ട്. നമുക്ക് പുറത്ത് കൊടുത്ത് കസ്റ്റമബിൾ ആയിട്ടുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ, RGB ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കയറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊന്നും കൂടെ കിടിലാവും കേട്ടോ ഫ്രണ്ടിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് പേഴ്സണലി ഈ കളറും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ചേസസ് മാത്രം നമുക്ക് ഓറഞ്ച് വരും, ബാക്കിയെല്ലാം ബ്ലാക്കും പിന്നെ സ്റ്റിക്കറിങ് ഒക്കെ ഉള്ളൂ കേട്ടോ. 390 എഴുതിക്കുന്ന സ്റ്റിക്കറിങ് ഒക്കെ ഉള്ളൂ നമുക്ക് ഓറഞ്ച് ഇതിൽ വരുന്ന, ബാക്കിയെല്ലാം ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് ഫിനിഷ്. നല്ല ഹോട്ടായിട്ടുണ്ട് കേട്ടോ വണ്ടി കാണാനായിട്ട്. പിന്നെ ഗൈസ്, ഇതിൻ്റെ സീറ്റിലോട്ട് വരുവാണ് എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഹാർഡായിട്ടുള്ള സീറ്റാണ്. നമുക്ക് കുറേ ദൂരം നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ ബാക്ക് സീറ്റ് നോക്കുവാണെങ്കിൽ ബാക്ക് സീറ്റ് അത്യാവശ്യം കുഴപ്പമില്ല, കൊള്ളാം. ഈ ഫ്രണ്ടിലാണ് ഉണ്ടോ കുറച്ച് സ്പേസ് ഉള്ളത്. ബാക്കിലോട്ട് വരുമ്പം വിട്ട് കുറഞ്ഞു വരും. പിന്നെ ഒന്നില്ലെങ്കിൽ ബാക്കി ഇരിക്കുന്ന ആൾ ഫ്രണ്ടിൽ ആളെ പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ ആ ഗ്രാബ് റെയിൽ പിടിച്ചിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ബാക്കിലത്തെ ആൾ കാണില്ല കേട്ടോ. അമ്മാതിരി പവറാണ് ഈ എൻജിൻ സൈഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിടിലം പവറാണ്. ഒരു 44 ഹോഴ്സ് പവറും അതുപോലെ തന്നെ 32 Nm ടോർക്കോ അങ്ങനെ എന്തോ ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അമ്മാതിരി കിടിലം പവറാണ് ഈ എൻജിൻ സൈഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും പറയാനുള്ളതാണ് ബ്രേക്കിംഗ്. ഡ്യൂക്കെന്നല്ല KTMൻ്റെ ബ്രേക്കിംഗ് എന്ന് പറയുന്നത് അപാര ബ്രേക്കിംഗ് കേട്ടോ. പിടിച്ചാൽ അവിടെ നിൽക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് വരുന്ന ബ്രേക്കിംഗ് ആണ്. പിന്നെ ഓൾവേസ് ഡ്യൂക്കിൻ്റെ പുതിയതായിട്ടുള്ള TFT ഡിസ്പ്ലേ ആണ് ഇതിനകത്തും കൊടുത്തേക്കുന്നത്. റെഡി ടു റേസ് എന്നുള്ള ബാഡ്ജൊക്കെ എഴുതി വരുന്നത് കാണാം. അതുപോലെ തന്നെ വണ്ടി ഇപ്പോൾ ഓടിയിട്ടുള്ളത് 8406 കിലോമീറ്ററാണ് കേട്ടോ. സോ ഗൈസ്, ഈ വണ്ടി നമുക്കിന്ന് തന്നിട്ടുള്ളത് ട്രിവാൻഡ്രം സികാരത്ത് ചാവടിമുക്കുള്ള ഇൻഫിനിറ്റി ഡ്രൈവ്സ് ആട്ടോ. അവരുടെ ഒരു വലിയ താങ്ക് യു. അവരുടെ ഇഷ്ടംപോലെ മോഡൽസ് ഉണ്ട്, നിങ്ങൾക്ക് വന്ന് വണ്ടി കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പോകാം കേട്ടോ. നെഗോഷ്യബിൾ ആണ് പ്രൈസൊക്കെ. ഞാൻ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. താല്പര്യമുള്ളവർ ഒന്ന് കയറി നോക്കി നോക്കാം. ഓക്കെ. പിന്നെ ഇതിൻ്റെ എക്സോസ് നോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. ഇതാണ് നമുക്ക് സ്റ്റോക്കായിട്ട് ഐഡിയലിൽ എക്സോസ്റ്റ് സൗണ്ടിങ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. പുതിയ ഡ്യൂക്കിൻ്റെ എക്സോസ്റ്റ് നിങ്ങൾ റിവ്യൂ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും പഴയത് എത്രയോ ഭേദമായിരുന്നു എന്നുള്ള കാര്യം.
ഈ സാധനമൊന്നും പുതിയ ഡ്യൂക്കിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ സാധനമാണ് എനിക്ക് ഈ എക്സോസിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് LED നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതാ കണ്ടില്ലേ, ഫുൾ ഇട്ടുതരാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഭയങ്കര കിളിയാണ് ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട്. സോ നമുക്കിനി വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഫസ്റ്റ് ഇടുമ്പോൾ ഒരു ചാട്ടം നോക്കണേ. നമുക്ക് വണ്ടി ഒന്ന് സാധാ രീതിയിൽ ഭയങ്കരമായിട്ട് റബ് ചെയ്യാതെ ഒന്ന് മിഡിൽ RPM വെച്ച് വന്ന് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. വണ്ടി നമ്മൾ കൈ പയ്യെ കൊടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ വണ്ടി അങ്ങനെ റെസ്പോൺസ് ചെയ്യും. നമ്മൾ കൈ കൂടുതലാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ വണ്ടി അങ്ങനെ റെസ്പോൺസ് ചെയ്യും. നമ്മളുടെ ഈ ഡ്യൂക്ക് ഓട്ടിക്കുന്നവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയും നമ്മളെ മനസ്സുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും. നമ്മളെന്ത് ചിന്തിക്കുന്നോ അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് നമുക്ക് തരും. അതാണ് ഡ്യൂക്കിൻ്റെയും ഡ്യൂക്കിൻ്റെന്നല്ല KTMൻ്റെ പ്രത്യേകത കേട്ടോ. സോ വണ്ടി ഹാൻഡിൽ ചെയ്യാനൊക്കെ ഭയങ്കര നിബിളാണ്. ഈ ടേണിംഗ് ഒന്നും എടുക്കാൻ വലിയ സീനൊന്നുമില്ല, ഭയങ്കര സുഖമാണ്. പക്ഷേ ഇതൊരു 6000 RPM കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഭയങ്കര മാഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. നമുക്ക് പിന്നെ നമ്മൾ ചിന്തിക്കും പോലെ ആയിരിക്കില്ല വണ്ടി കയറിയിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സീനുണ്ട് നമ്മൾ KTMന്. പിന്നെ വണ്ടിയുടെ ബ്രേക്കിംഗ് അപാരമാണ്. നമ്മൾ പിടിച്ചടത്ത് തന്നെ വണ്ടി നിൽക്കും. ഇപ്പം എനിക്കിവിടെ നിർത്തണമെന്നുണ്ടെങ്കിൽ 30-70 രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ വണ്ടി നിൽക്കും കേട്ടോ. നമ്മൾ പിടിക്കുന്നിടത്ത് തന്നെ വണ്ടി നിൽക്കും. അത് KTM ഭയങ്കരമായിട്ട് അത് അവർ ബ്രേക്കിൻ്റെ കാര്യത്തിൽ അവർ ചെയ്തിട്ടുണ്ട്. പണ്ടിറങ്ങിയ 2014 മോഡലിൽ വണ്ടിയൊക്കെ ഇതുപോലെ നമ്മൾ ഇത് ഓട്ടിച്ചിട്ട് നമ്മൾ അതിൽ പോയി ബ്രേക്ക് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരും, നമ്മൾ റോഡിൽ സാഷ്ടാംഗ പ്രണമിക്കും. അപ്പോൾ ആ ഒരു സീന് പണ്ട് കാലത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് ബ്രേക്കിംഗ് മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിടിച്ചെടുത്ത് വണ്ടി നിൽക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് KTMൻ്റെ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ പണ്ടുണ്ടായിരുന്ന ഈ മിറേഴ്സ് അത്യാവശ്യം ഷോർട്ട് മിറേഴ്സ് ആയിരുന്നു. ഇപ്പോൾ ഇത്രയും നീളം എന്നുണ്ടെങ്കിൽ നേരത്തെ നീളം കുറവായിരുന്നു, ഇവിടെ വെച്ച് കട്ടാവുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സീനൊക്കെ പണ്ടത്തെ മിറേഴ്സിനുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ച് അത്യാവശ്യം എക്സ്റ്റൻഡഡ് ആക്കിയാണ്. പിന്നെ അത്യാവശ്യം വണ്ടി പവർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിതാ മിറേഴ്സിൽ അത്യാവശ്യം വൈബ്രേഷൻ ഉണ്ട് കേട്ടോ. ഈ ടേണൊന്ന് ഞാൻ നന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, പവറിന് പവർ, എല്ലാം ഉള്ള ലുക്കിന് ലുക്ക്, പവറിൻ്റെ പവർ, എല്ലാം കൊണ്ടും ഒരു നല്ലൊരു പാക്കേജാണ് കേട്ടോ ഡ്യൂക്ക് 2023 ഓഫ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് പുതിയ ഡ്യൂക്ക് എന്തോ കണ്ടിട്ട് തന്നെ എനിക്കെന്തോ ഒരുമാതിരി കേട്ടോ. കുറേ എന്തൊക്കെ പ്ലാസ്റ്റിക് നിറഞ്ഞിരിക്കുന്ന ഒരു സാധനം, സ്റ്റിറോയിഡൊക്കെ അടിച്ച് കുത്തിവെച്ച് ഇങ്ങനെ മസിൽ കാണിച്ചുകൊണ്ട് നടക്കുന്ന ജിമ്മന്മാരെ കണ്ടിട്ടുണ്ടോ? അതുപോലെ എനിക്ക് ആ ഒരു പുതിയ ഡ്യൂക്ക് തോന്നുന്നു ഗൈസ്. അങ്ങനെ എന്തോ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് തന്നെ ഒന്ന് അറിയിക്കുക കേട്ടോ. കാരണം എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണിത്. അപ്പം സൊസൈറ്റിയും കൂടെ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള കാര്യം കൂടെ എനിക്കൊന്ന് അറിയണം. അത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഇൻഫിനിറ്റി ഡ്രൈവ്സിന് വണ്ടി തന്നതിൽ 1000 താങ്ക്സ് കേട്ടോ. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിയ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സേഫ് റൈറ്റ് റെസ്പോൺസിബിളി ഗൈസ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ ബൈ.